ഇപ്പം തമാശ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ചിന്നുവിനെ ഭയങ്കര അതിശയത്തോടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കേൾക്കുന്നത് കാതലിലേക്ക് മമ്മൂക്ക സജസ്റ്റ് ചെയ്ത ആളാണ്. അങ്ങനെ ഇപ്പൊ ആദർശോ പോൾസണോ ഒക്കെ അത് പറയുമ്പോൾ എന്തായിരുന്നു ചിന്നുവിന് തോന്നിയത്? എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ സിനിമയിൽ വന്നു എന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ റീസെൻ്റ്ലി ആണ് ഞാൻ ഐ എം ആൻ ആക്ടർ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിനൊക്കെ ഒരുപക്ഷെ കാരണം കാതൽ എന്ന് പറയുന്ന മൂവിക്ക് മമ്മൂക്കയ്ക്ക് ഒക്കെ അതിലൊരു വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഫോർ മീ ലൈക്ക് നമ്മൾ കണ്ട ഇത്രയും പടങ്ങൾ ഒരു ലെജൻഡ് എന്ന് പറയുന്ന ആൾ ഹാസ് സീൻ ആർ വർക്ക് ആൻഡ് ഹീ തിങ്സ് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഇവരൊക്കെ ചെയ്യുന്ന ആക്ച്വലി ഈവൻ ഇൻ ഗോളം നമ്മൾ സിദ്ദിഖയുടെ അടുത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഡീൽ. നമ്മൾ വളർന്നു വരുമ്പോഴൊക്കെ കണ്ട ഫിലിംസിലൊക്കെ ആൻഡ് നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ പ്രോസസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർ തരുന്ന ആൻസേഴ്സൊക്കെ കേൾക്കുമ്പോഴാണ് വി ലൈക്ക് ദീസ് ഗൈസ് ആർ ലെജൻഡ്സ് യുനോ ലൈക്ക് ആൻഡ് വിത്ത് നോ എയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് അവരത് ക്യാരി ചെയ്യുന്നില്ല, അതിൻ്റെ വെയിറ്റ് അവർ ക്യാരി ചെയ്യുന്നില്ല. സോ ചോദ്യം എവിടെയായിരുന്നു ഞാൻ മറന്നുപോയി. പക്ഷേ മമ്മൂക്കയും കാതലും സോ ഐ ഫീൽ ദാറ്റ് ഹസ് ഹെൽപ്പ് മീ ആക്ടറിനും എൻ്റെ ഈ പറയുന്ന ഒരു സെൽഫ് ഇമേജിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും പറയാറുണ്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കലും മമ്മൂക്കയെ കാണുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഫുൾ മമ്മൂക്കയുടെ കൂടെ മാത്രമായിരുന്നു കാതൽ. എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് എൻ്റെ കൈ വരച്ച് ഇനി ലൈക്ക് ഇനി എന്ത് പറയുന്ന മമ്മൂക്ക വന്ന് ഷേക്ക് ഹാൻഡ് തന്നു. കുറച്ച് നേരം ആദ്യത്തെ ഷോട്ട് പോയി. പിന്നെ മമ്മൂക്ക കഥ പറയാണ്, ഓരോ കഥകൾ പറയും. അപ്പോൾ ആരെങ്കിലും വന്ന് ഓർമ്മിപ്പിക്കും നമുക്ക് ഷോട്ട് പോകണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷോട്ടിന് റെഡി ആവുന്നത്. ആ നേരത്തേക്ക് ആയാലും പിന്നെ എനിക്ക് പേടിയില്ല. ആൻഡ് ഒരു സമയത്ത് ഐ റിമെമ്പർ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഷോട്ടിൽ മമ്മൂക്ക ഇരിക്കുകയാണ് ആൻഡ് എനിക്ക് ക്യൂ കൊടുത്താൽ മതി, മമ്മൂക്കയുടെ ഷോട്ടാണ്. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് പറയാം അത് ബാക്കില്ലേ പേപ്പറിനകത്ത് വെച്ച് വായിച്ചോ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് സിങ് സൗണ്ടാണ്, നമുക്ക് എവിടെ കട്ട് ചെയ്യാം, ഇങ്ങനെ ബ്രേക്ക് കൊടുക്കാം, ഇങ്ങനെ നാച്ചുറലായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ കുറേ ഐസ് ബ്രേക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ പിന്നീടത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡിൽ നിന്നും മമ്മൂക്ക ദി ആക്ടറായി അദ്ദേഹം ട്രാൻസ്ഫോം ആകുമ്പോൾ അത് പിന്നെ നമുക്കുള്ളിലും ഇറ്റ് ബിക്കംസ് ഈസി.